നിങ്ങൾ ഒരാളെ മാർക്കുണ്ട് മാത്യൂസ്. നെസ്ലിന്റെ പടം ഇറങ്ങാണ് മോളിവുഡ് ടൈംസ്. നസ്ലി മാത്രമല്ല അല്ല ഡയറക്ടറിനെ എനിക്കറിയാം. മൂന്നിലുണ്ണി അസോസിയേറ്റ് സിനിമ പുള്ളിയെ ഡയറക്ട് ചെയ്ത. അന്ന് ഞാൻ പുള്ളിയോട് പറഞ്ഞു ആ കൊടുത്ത ആ ഈ മെസ്സേജ് ശരിയല്ല. ആ പുള്ളിയെ പിന്നെ അതൊന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. നസ്ലിനെ സംബന്ധിച്ചാൽ വളരെ ടേണിംഗ് പോയിന്റ് ഫിലിമാണ്. കാരണം പ്രേമലൂടെ പുള്ളി വൈറലായത്. വയറല്ല ഉദ്ദേശം തെറ്റിപ്പോയി. ഫേമസ് ആയത് ഭയങ്കര സ്റ്റാർ ആയത് നസ്ലിനായാലും മമ്മൂതി ആയാലും. അതിനുശേഷം മമ്മൂതിക്ക് വലിയ അഹങ്കാരമൊന്നുമില്ല. നസ്ലിന് കുറച്ച് അഹങ്കാരമുണ്ട്. പടം നാളെ മോളിവുഡ് ടൈം പടം പൊളിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ അഹങ്കാരം പോയിക്കോളും. പക്ഷെ ഞാൻ നെഗറ്റീവ് പറയില്ല. നെഗറ്റീവ് പടം ഞാൻ സ്പെഷ്യൽ റിവ്യൂ കൊടുക്കുള്ളൂ. നസ്ലിൻ്റെ പടം കൊണ്ട് നെഗറ്റീവ് ഒന്നും കൊടുക്കില്ല. പടം നല്ലതാണെന്ന് പറയും, മോശമാണെന്ന് പറയും. അല്ല നെസ്ലിന് അഹങ്കാരം ഉണ്ടെന്ന് ചേട്ടൻ എങ്ങനെ മനസ്സിലായി? നെസ്ലിന് അഹങ്കാരം ഉണ്ടെന്ന് ചേട്ടൻ ഞാൻ തന്നെ പുള്ളിയോട് 138 വന്നപ്പോൾ 2 തവണ സംസാരിക്കുമ്പോൾ ഭയങ്കര ജാട 5ആണ്. 2 തവണ പുള്ളി 138 വന്നിട്ടുണ്ട്. പക്ഷെ എല്ലാവരും പറയണ പുള്ളി ഭയങ്കര കാമൻ ക്വൈറ്റ് പോയിട്ടൊന്നല്ല. അവൻ വാങ്ങിയ റെമ്യൂണറേഷൻ ആണ്. വേറെ ആരും ഇത്ര റെമ്യൂണറേഷൻ വാങ്ങിയിട്ടുണ്ട്. ഒരു പടം ആകെ ഹിറ്റായത് പ്രേമലു ഹിറ്റായാലും ഇത്ര അഹങ്കാരം. ആര് പറഞ്ഞ അഹങ്കാരം ഉണ്ട്? നല്ല അഹങ്കാരം ഉണ്ട്. അവന് 1.5 കോടി എന്നാണ് വാങ്ങിക്കുന്നത്. ഞാൻ 2 തവണ 138 വന്നപ്പോൾ സംസാരിക്കാൻ പോയപ്പോൾ ഭയങ്കര ജാട 5ആണ്. അവൻ എൻ്റെ പേരിൽ പറഞ്ഞിട്ടുണ്ട് ഇൻ്റർവ്യൂവിൽ. ആറാട്ടം പറഞ്ഞ പോലെ തമാശ കോമഡി ഉണ്ട് സിനിമ എല്ലാം പറഞ്ഞിട്ടുണ്ട്. കുറച്ച് അഹങ്കാരമുള്ള ആൾ തന്നെയാണ്. അത് മാത്രമല്ല വേറൊരു ഒരു വീഡിയോ ഉണ്ട്. ആരാധന എന്തോ ഫോട്ടോ എടുക്കുമ്പോൾ ഇവൻ അഹങ്കാരം കാണിക്കുന്നത്. ഇവിടെയെല്ലാം നിങ്ങൾ മറക്കുന്ന ഒരാളുണ്ട്, മാത്യൂസ്. നസ്ലിം വരുന്ന മുമ്പേ ഉള്ളതാണ് മാത്യൂസ്. മാത്യൂസിനെ വെച്ച് ഇപ്പോൾ ആരൊന്നും പറയുന്നില്ല. നെസ്ലിം പാവാണ്. ഞാൻ മനസ്സിലാക്കി കൊടുത്തോളൂ. നെസ്ലിനെ കുറിച്ച് എല്ലാവരും നല്ല പറയണത്. ദുൽഖർ അറിയില്ല അതായിരിക്കും. പക്ഷെ എന്തായാലും അത്ര ഹമ്പളൊന്നല്ല, അത് കണ്ടറിയാം. അല്ല ദുൽഖർ അടക്കം പറഞ്ഞു ദുൽഖർ നെസ്ലിനോട് സംസാരിച്ച ബാഗിൽ ഇട്ടിട്ട് വീട്ടിൽ കൊണ്ടാൻ പോയി തോന്നുന്നൊക്കെ പറയണ ദുൽഖർ. അയാൾ വെറുതെ തള്ളവർക്കണല്ല. അവൻ നല്ല അഹങ്കാരമുണ്ട്. എങ്ങനെ ജാട അടക്കണ മെഷീൻ ഉണ്ടാ കയ്യില്? ഇപ്പോൾ മമ്മൂട്ടി കണ്ടറിയില്ലേ? മമ്മൂട്ടി മോളാനെ കണ്ട മമ്മൂട്ടിക്ക് ചാട്ടറിന് മനസ്സിലാവില്ലേ? മോളാനെ കണ്ട് ചാട്ടറിന് ആരും പറയും? എനിക്ക് അങ്ങനെ അറിയില്ല. കോമൺ സെൻസും ഡിസ്റ്റൻസും വേണം. മമ്മൂട്ടി പെരുമാറുന്ന പോലെയാണ് മോളെ പെരുമാറുന്നത്. സിക്സ്ത് സെൻസ് ഒക്കെ ഉണ്ടോ? സിക്സ്ത് സെൻസും കോമൺ സെൻസും വേണം. ഒരാളെ മനസ്സിലാക്കാൻ ഒരാളുടെ ബിഹേവിയറും ഇത് കാണുമ്പോൾ മനസ്സിലാവില്ല എന്താണെന്ന്. നമ്മളെ അല്ല ആറാട്ടിന് നെസ്ലിനോട് അസൂയ ഉണ്ടോ? പിന്നെന്താ പടം നസ്ലിനോട് അസൂയ എനിക്കെന്താ ആവശ്യമില്ല. എനിക്കെന്താ അവളോട് അസൂയ? ഞാൻ സിനിമ ഞാൻ ആക്ടറാന്ന് തോന്നുന്നില്ലല്ലോ. അല്ല പടം പൊട്ടണം എന്ന് പറഞ്ഞ പോലെ അവൻ്റെ അഹങ്കാരം പൊട്ടന്ന് ചോദിച്ചാണ്. നല്ല അഹങ്കാരം ഉണ്ട്. അല്ല ഒരു പടല്ലേ? മമ്മൂട്ടിക്ക് ഒരു അഹങ്കാരം ഇല്ലല്ലോ. മമ്മൂട്ടിയും പ്രേമലൂടെ പ്രേമലൂടെ ഫേമസ് ആയല്ലേ. മമ്മൂട്ടിക്ക് യാതൊരു ജാടയില്ലല്ലോ. അല്ല ഇപ്പൊ ഒരു പടം റിലീസ് ചെയ്യുന്നത് നെസ്ലിന്റെ പേരിലാണെങ്കിൽ പ്രൊഡക്ഷൻ ഉണ്ട്, ഒരു സംവിധായകൻ ഉണ്ട്. പക്ഷെ അവസാനം അറിയപ്പെടുന്ന നടന്റെ പേരിലല്ലേ? അല്ലല്ലോ ഇപ്പൊ ഡയറക്ടർ എത്ര പേര് വർക്ക് ചെയ്യുന്നു. അവസാനം വേറെ മുഴുവൻ ആക്ടറും ആക്ട്രസ്മാരെ പേര് കൊണ്ടുപോകണം. പിന്നെ വേറെ ആ ഡയറക്ടറിന്റെ മുഖത്തോട് അസോസിയേറ്റ്. അതിൽ ഈ ഡയറക്ടറിന്റെ പേര് എത്ര പേർക്ക് അറിയാം? സിനിമ കാണുന്ന ആൾക്കാർക്ക് അറിയാം. എത്രയോ നല്ല സിനിമ ഡയറക്ടേഴ്സിലാക്കി ആ ഡയറക്ടേഴ്സിൻ്റെ പേര് എത്ര പേർക്ക് അറിയാം? സിനിമ ആക്ടേഴ്സിനും ആക്ട്രസ്മാർക്ക് കിട്ടും പോപ്പുലാരിറ്റി ഉണ്ടെങ്കിൽ സിനിമക്കാർക്ക് വേറെ ആർക്കും കിട്ടില്ല. ബേസിക്കലി നസ്ലിം പടമാണ്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ എസ്പെഷ്യലായിട്ട് റിവ്യൂ കൊടുക്കുള്ളൂ. നല്ലതെന്ന് പറയും, മോശമെന്ന് പറയും. അല്ലാതെ ഞാൻ മനഃപൂർവ്വം മോശമെന്ന് പറയില്ല. പക്ഷെ അത് അവന് കുറച്ച് അഹങ്കാരമുണ്ട്. അത് ഇതോടെ തീർന്നോളൂ. അങ്ങനെ പറയരുത്. അങ്ങനെ ചിന്തിക്കാൻ പാടില്ലെന്നാ. അഹങ്കാരം കാണിച്ച് ജാട കാണിച്ചിട്ട് തോന്നിയ ദിവസം കാണിച്ചിട്ട് പറയാൻ പാടില്ല. എന്ത് തോന്നിയ ദിവസം കാണിക്കണേ? തോന്നുന്ന കുറച്ച് ഞാൻ 2 തവണ അവനോട് സംസാരിക്കാൻ പോയപ്പോൾ അവൻ ഒഴിഞ്ഞും അവൻ വലിയ സ്റ്റൈലിൽ ഗമ കാണിച്ചാണ്. എന്ത് മനസ്സിലായില്ല. ഒരു പ്രേമലു ഇറ്റാലിയൻ പേരിലല്ലേ ഈ അടിച്ച് കയറിയിരിക്കുന്ന ഒരുപാട് ഇറ്റാലിയൻ പേരിലല്ലേ പുള്ളിയുടെ മറക്കുന്ന ആളുണ്ട്. മാത്യൂസാണ് സ്റ്റാർട്ട് ചെയ്തതാ. തണ്ണീർമത്തൻ ദിനങ്ങളും മാത്യൂസായിട്ട് സ്റ്റാർട്ട്. ഇന്ന് മാത്യൂസിനെ എല്ലാവരും മറക്കുകയാണ്. ഒരുപാട് ഈവൻ പ്രേമലൂരിൽ മാത്യൂസ് ഉണ്ടായിരുന്നു. മാത്യൂസിനെ മറന്നിട്ടാണ് എല്ലാവരും നസ്ലിൻ്റെ പുറകെ പോകുന്നത്. മാത്യൂസാണ് തുടങ്ങിയത്. മാത്യൂസ് കഴിഞ്ഞ ശേഷം നസ്ലിം വന്ന. അപ്പോൾ മാത്യൂസിനെ എല്ലാവരും മറക്കുകയാണ്. മനസ്സിലാവില്ല. പടം ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ലേ? എനിക്കങ്ങനെ ആഗ്രഹമൊന്നുമില്ല. നല്ലതാണ് പറയും, മോശം അല്ല വിജയിക്കണം. ഒരു സിനിമ വിജയിച്ചാലേ പ്രൊഡക്ഷൻ എന്തെങ്കിലും കിട്ടുള്ളൂ, അല്ലെങ്കിൽ സംവിധായകൻ്റെ വളർച്ച ഉണ്ടാവാൻ പറ്റുള്ളൂ. അപ്പോൾ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ലേ? ഞാൻ സിനിമ പ്രൊഡ്യൂസറാണ്. ജയിക്കാൻ ആഗ്രഹിക്കാൻ ഒരു നല്ല പടം ആവണമെന്ന് ആഗ്രഹിക്കുന്നില്ല. നമ്മൊരു സിനിമ കാണുമ്പോൾ നല്ലപോലെ ആവണം. പ്രേമലുവിന്റെ കാര്യമല്ല. അല്ല മോളിവുഡ് ടൈംസ് നല്ല വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ പ്രൊഡ്യൂസർ ഞാൻ സിനിമയാണ്.
എനിക്ക് വിജയിക്കണത്ര ആഗ്രഹം വരാൻ. എനിക്ക് ഇവൻ്റെ അഹങ്കാരം കുറേ എണ്ണമുണ്ട്. അവൻ്റെ അഹങ്കാരം കുറേ, അത്രേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഞാൻ നല്ല പടം മോശം പറയില്ല. എങ്ങനെ അഹങ്കാരം കിടക്കണ ജാട കിടക്കണ മെഷീൻ എന്തെങ്കിലും ഉണ്ടോ കയ്യിൽ? ബേസിക് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ മനസ്സിലാവും ഒരാൾ ജാടയുണ്ടോ ഇല്ലയോ എന്ന്. അവൻ നടക്കുന്ന രീതി, പെരുമാറ്റം, ബോഡി ലാംഗ്വേജ് മനസ്സിലാവും. പാവം ചെക്കനാണ് വന്ന് ഉണ്ടയാണ്. നിങ്ങൾ ഒരാളെ മറക്കരുത്, മാത്യൂസ്. ഡോണ്ട് ഫോർഗെറ്റ് അബൌട്ട് മാത്യൂസ് സ്റ്റാർട്ട് ചെയ്ത